അറബിക്കടലിൽ അപകടത്തിൽപ്പെട്ട ചരക്ക് കപ്പലിലെ തീ അണയ്ക്കാൻ ഒരു കോസ്റ്റ് ഗാർഡ് കപ്പൽ കൂടി ദുരന്തമുഖത്തേക്ക്. ഇതോടെ 6 കോസ്റ്റ് ഗാർഡ് കപ്പലുകൾ രക്ഷാദൌത്യത്തിന്റെ ഭാഗമാകും. ദീപക് ധർമ്മടവും ബി ദിലീപ് കുമാറും വിശദാംശങ്ങളുമായി. ആദ്യം ദീപക് ധർമ്മടത്തിലേക്കാണ്. ദീപക്, നേരത്തെ നമ്മൾ പറഞ്ഞതാണ് നാവികസേനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കപ്പലുകൾ INS സത്ലജും സൂറത്തും ഉൾപ്പെടെയുള്ള കപ്പലുകൾ അങ്ങോട്ടേക്ക് എത്തുകയും ഈ ഫയർ ഫൈറ്റിങ്ങിന് പ്രഥമ പരിഗണന നൽകിയുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുന്നു എന്നുള്ളത്. ഏറ്റവും ഒടുവിലായ രക്ഷാപ്രവർത്തനത്തിന്റെ വിവരങ്ങൾ എങ്ങനെയാണ് നൽകാൻ കഴിയുന്നത്? അനുജ, ഏറ്റവും ഒടുവിലത്തെ വിവരം തീയണക്കുക എന്നുള്ളത് വലിയ ദുഷ്കരമായ കാര്യമാണ്. അതുകൊണ്ടാണ് നേവി നേരത്തെ, അതായത് INS സൂറത്ത് അവിടെ എത്തി ഓപ്പറേഷൻ നടത്തുമ്പോഴും നേവി ഒരു കപ്പൽ കൂടി അങ്ങോട്ടേക്ക് വിട്ടു. അത് INS സത്ലജ് ആണ്. സത്ലജ് അത്യാധുനികമായ കപ്പലാണ്. അതായത് ഇന്ന് നിലവിൽ ഈ ഇന്ത്യൻ നാവികസേനയ്ക്ക് ഒരു ഡിസ്ട്രോയർ ഹാൻഡിലിംഗ് നടത്താൻ പറ്റിയ ഫയർ ഫൈറ്റിംഗ് സിസ്റ്റമുള്ള സത്ലജിനെ അങ്ങോട്ട് വിട്ടു. 2 മണിക്കൂറിനകം സത്ലജ് അവിടെ എത്തും. ഇതുകൂടാതെ കോസ്റ്റ് ഗാർഡിൻ്റെ 5 കപ്പലുകൾ നേരത്തെ തന്നെ അവിടെ നിലയുറപ്പിച്ചിരുന്നു. അതുകൂടാതെ ഒരു കപ്പൽ കൂടി അങ്ങോട്ടേക്ക് അയക്കുന്നു. അത് ICGS സമൃദ്ധാണ്. ICGS സമൃദ്ധിൻ്റെ പ്രത്യേകത അത് ഫയർ ഫൈറ്റിംഗ് സിസ്റ്റം, ശക്തമായ ഫയർ ഫൈറ്റിംഗ് സിസ്റ്റം ഉള്ള OPV ആണ്. അതായത് ഒരു ഓപ്പറേഷൻ വെസലാണ് അത് എന്നുള്ളതാണ്. അതായത് വളരെ കൃത്യമായി പറഞ്ഞാൽ നിലവിലുള്ള കപ്പലുകൾ കൊണ്ട് അവിടെ രക്ഷാപ്രവർത്തനം എന്നുള്ള തീയണക്കൽ സാധ്യമല്ലാതാകുന്നു. അത്തരമൊരു ഘട്ടത്തിലാണ് നേവി ഒരു കപ്പൽ കൂടി അയച്ചത്. ആ കപ്പൽ INS സത്ലജ് ആണ്. അതിന് പുറകെ കോസ്റ്റ് ഗാർഡ് ICGS സമൃദ്ധിനെ കൂടി അയക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് തീ നിയന്ത്രണ വിധേയമല്ല. മറ്റൊന്ന് ബേപ്പൂരിൽ നിന്നും പോയ ചാർലി വെസലാണ് അവിടെ ഇപ്പോൾ നിരീക്ഷണം നടത്തുന്നത്. ആ നിരീക്ഷണം എന്ന് പറഞ്ഞാൽ 4 പേരെ കാണാതായി. ആ കാണാതായവരെ കണ്ടെത്താൻ വേണ്ടിയുള്ള തിരച്ചിലാണ് നടത്തുന്നത്. എന്നാൽ അതേ സമയത്ത് 6 ICGS കപ്പലും ഇപ്പോൾ INS സൂറത്തും അവിടെ എത്തി. INS സത്ലജ് കൂടി എത്തുമ്പോൾ 6 ICGSൻ്റെ, അതായത് കോസ്റ്റ് ഗാർഡിൻ്റെ 6 കപ്പലും ഇന്ത്യൻ നേവിയുടെ ഒരു കപ്പലും ഇപ്പോൾ സർവീസ് അവിടെ നടത്തുകയാണ്, ഓപ്പറേഷൻ നടത്തുകയാണ്. ഒരു കപ്പൽ കൂടി സത്ലജ് കൂടി അങ്ങോട്ടേക്ക് ചേരുകയാണ്. ഏറ്റവും പുതിയ വാർത്ത, ICGSൻ്റെ ഒരു കപ്പൽ കൂടി, അതായത് കോസ്റ്റ് ഗാർഡിൻ്റെ ഒരു ഫയർ ഫൈറ്റിംഗ് കപ്പൽ കൂടി അവിടേക്ക് എത്തിയിരുന്നു, അവിടത്തേക്ക് പുറപ്പെട്ടു എന്നുള്ളതാണ് അനുജ. ശരി, കമ്പൈൻഡ് ഫയർ ഫൈറ്റിംഗ് എന്ന ദൗത്യം അത് ശ്രമകരമാണ്. അതിനുവേണ്ടി കൂടുതൽ കപ്പലുകൾ അങ്ങോട്ടേക്ക് എത്തുന്നു എന്നുള്ള ഏറ്റവും പുതിയ വിവരമാണ് ദീപക് ധർമ്മടം നൽകി.